ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയും കർത്താവിൻ്റെ വിശുദ്ധ ദിനാചരണവും തമ്മിൽ ബന്ധമുണ്ട്. കർത്താവ് 10 പ്രമാണങ്ങളിൽ ഒരു പ്രമാണം നൽകിയിരിക്കുകയാണ്. നീ കർത്താവിൻ്റെ ദിവസത്തെ വിശുദ്ധ ദിവസമായി ആചരിക്കണം. അത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നൽകിയിട്ടുള്ളതല്ല. നമുക്ക് വരുന്ന പൗണ്ടിൻ്റെ വരുമാനം ഇല്ലാതാക്കാൻ വേണ്ടി കർത്താവിന് അസൂയ കൊണ്ട് പറഞ്ഞിട്ടുള്ളതുമല്ല. നമ്മുടെ കുടുംബത്തിന് വലിയ ഉയർച്ച ഉണ്ടാകാൻ, നമ്മുടെ മക്കൾക്ക് വലിയ ഭാവി ഉണ്ടാകാൻ, നമ്മുടെ കുടുംബത്തിന് ദാരിദ്ര്യം മാറാൻ, നമ്മുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന വഴിയാണ് ഈ അനുഗ്രഹത്തിൻ്റെ വഴി. ഞായറാഴ്ച കർത്താവിൻ്റെ വിശുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗം. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ പണ്ട് അടുപ്പുണ്ടായിരുന്നില്ല. ആകെ പുക പിടിച്ച കുറച്ച് ഈ വലിയ മുട്ടി വെച്ച് കത്തിക്കുന്ന ഒരു അടുപ്പാണ്. അതിനകത്തൊക്കെ അടുപ്പിലേക്ക് ഇങ്ങോട്ട് പോകാം. മുട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ നനഞ്ഞ മുട്ടി അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പുക ഇങ്ങോട്ട് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അടുക്കള നിൽക്കുന്ന ആളുകളുടെ കണ്ണ് നോക്കിയാൽ ചോരപ്പഴം പോലുള്ള കണ്ണുകളായിരുന്നു. അമ്മച്ചിമാർക്ക് ചിലർക്ക് പുക ഊതുന്ന അമ്മച്ചിമാരുണ്ടെങ്കിൽ അവർക്കറിയാം. പല അമ്മച്ചിമാർക്കും പുകയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ പറയാൻ പാടില്ല. എന്ത് ചെയ്യും? പണ്ടത്തെ അമ്മച്ചിമാരൊക്കെയാണ് ഇതൊക്കെ സഹിച്ചവർ. അപ്പോൾ ഈ ചേട്ടൻ്റെമാരുടെ കണ്ണുകൾ വൈകുന്നേരം ആകുമ്പോൾ ഈ പുകയുള്ള അടുപ്പിൽ നിന്നിട്ട് ചോരയാകും മാറും. അപ്പോൾ ഇതെല്ലാം കണ്ട് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തോട് എല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞു, ദൈവമേ എങ്ങനെയെങ്കിലും ഈ പുകയിൽ നിന്ന് രക്ഷിക്കണം, പുകയില്ലാത്ത അടുപ്പ് തരണേ. അങ്ങനെ കറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഗ്യാസ് കുറ്റി വാങ്ങാൻ, ഗ്യാസ് അടുപ്പ്, 2 ചെറിയ ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള അനുവാദം ദൈവം തന്നു. അങ്ങനെ ആളുകളോട് പറഞ്ഞു, ഇവിടെ പുകയാണ്, ഒരു ഗ്യാസ് അടുപ്പ് കിട്ടിയാൽ തരക്കേടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, 2 കുറ്റി ഗ്യാസ് വാങ്ങിച്ച് ഒരു ചെറിയ അടുപ്പ് വെക്കാൻ ഞാൻ അതിനുള്ള സാമ്പത്തിക സ്ഥിതി തരാമെന്ന് പറഞ്ഞു. ഒരു 2 കുറ്റി ഗ്യാസിനിപ്പോൾ എന്താവും? ഒരു 10,000-2,000 അല്ല, കുറച്ച് സംഖ്യ. അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഗ്യാസ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ അത് ശരിയായില്ല. അപ്പോൾ പിന്നെ ഈ ഗ്യാസിൻ്റെ ആളുകളെ പോയി ഉണ്ടെന്ന് അവർ പറഞ്ഞു, അച്ഛാ ഈ ഗ്യാസ് ഒന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇത് ഗവൺമെൻറ്റിന് ചില നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് അതിൻ്റെ പൈപ്പൊക്കെ ഇട്ട് വേണം വെക്കാനുണ്ട്, അതിന് കുറച്ച് സംഖ്യ ചിലവുണ്ട്. വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ചേട്ടൻ പറഞ്ഞു, ശരി അതിൻ്റെ ചിലവ് ഞാൻ തന്നോളാം. അങ്ങനെ ഈ പൈപ്പൊക്കെ ഇട്ട് ചുവന്ന ലൈനുണ്ട്, ആ ചുവന്ന ലൈനൊക്കെ ഇട്ട് അങ്ങനെ ശരിക്കും ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഗ്യാസ് കുറ്റി വെച്ച് പൈപ്പ് വെച്ച് കണക്ഷൻ എടുത്ത് അങ്ങനെ അതിനുള്ള. അപ്പോൾ അവർ പറഞ്ഞു, അതിനുള്ള വർക്കേഴ്സ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഈ ലോക്കൽ വർക്കേഴ്സിനെ എടുക്കണ്ട, ഇത് ഗ്യാസ് സംബന്ധമായ വിഷയമായതുകൊണ്ട്, അടുപ്പിൻ്റെ വിഷയമായതുകൊണ്ട് അത് പൊട്ടിത്തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പരിചയമുള്ള വർക്കേഴ്സ് ഉണ്ട്, അത് പാലക്കാട് നിന്ന് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ് രാവിലെ 6 മണിക്ക് ഇറങ്ങി വൈകുന്നേരം 6 മണിക്കുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഇപ്പം ധ്യാനം ഇല്ലാത്ത ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക്, വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ സാധനമൊക്കെ കൊണ്ടിട്ടു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ അടുപ്പ് തിരിച്ചു തരും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നിലവിലുണ്ടായിരുന്ന അടുപ്പ് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അന്ന് ഞാനപ്പോൾ ഇവർ പണിയൊക്കെ തുടങ്ങി, എല്ലാം നല്ല ഊർജ്ജിതമായ നല്ല മിടുക്കന്മാർ, നല്ല പണിക്കാർ പണി തുടങ്ങി. അപ്പോൾ ശനിയാഴ്ച ഞാൻ ഇവിടെ പെട്ടിക്കല്ല് പള്ളിയുടെ വെഞ്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അട്ടപ്പാടിയിലുള്ള പെട്ടിക്കല്ല് പള്ളിയുടെ വെഞ്ചിരിപ്പിന് വേണ്ടി ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പം ജെല്ലിപ്പാറ ഓർഫനേജിൽ ഒരു കുട്ടികളുടെ ക്രിസ്ത്യൻ ധ്യാനമുണ്ട്. ആ ധ്യാനത്തിനും പോകേണ്ടി വന്നു. ധ്യാനം എല്ലാം കഴിഞ്ഞ് രാത്രി 10-10:30 ഞാൻ മടങ്ങിയെത്തുമ്പോൾ നോക്കുമ്പോൾ അടുപ്പിൻ്റെ പണി തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഇവർ വിളിച്ചു. ഒരു 6-6:30 ആയപ്പോഴത്തേനും ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പണി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഇരുട്ടത്ത് ഇത് പണിയാൻ പറ്റില്ല, ഇത് ഗ്യാസിൻ്റെ ഫിറ്റിങ്സൊക്കെ ആയതുകൊണ്ട് അത് ശരിക്കും നല്ല വെളിച്ചം വേണം, അതുകൊണ്ട് ഇനി നാളെ 1 മണിക്കൂർ നേരത്തെ പണിയും കൂടെ ഉണ്ട്, 1 മണിക്കൂർ നേരത്തെ പണി. ഞാൻ തിരിച്ചു വന്നപ്പോൾ അടുപ്പെല്ലാം അങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്നിട്ട് അവർ പണിക്കാർ അകളി ലോഡ്ജിൽ പോയി താമസിക്കുകയാണ്. നാളെ വന്ന് പണി ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്താൽ മതി, എല്ലാം അടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് പോയിക്കുക, നാളെ വന്ന് സെറ്റ് ചെയ്ത് പോകാനുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നാളെ ഞായറാഴ്ച പണി ചെയ്യാൻ ആരും ഇവിടെ അനുവാദം തന്നു? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ നമ്മളല്ല പണിയെടുക്കണത്, അത് പളനിമുത്തുവാണ് പണിയെടുക്കുന്നത്. പളനിമുത്ത് ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അനുവാദമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോ നിങ്ങളുടെ വേലക്കാരോ നിങ്ങളുടെ കൂട്ടുകാരോ ആരും, നിങ്ങളുടെ മൃഗങ്ങൾ പോലും അന്ന് പറമ്പിൽ പണിയാൻ പാടില്ല. അന്നൊരു ട്രാക്ടറോ JCB ഉണ്ടെങ്കിൽ JCB പോലും പണി ചെയ്യരുത്. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓഫാക്കി ഇടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ പളനിമുത്തു ആയാലും ശരി, പിന്നെ കുട്ടപ്പനായാലും ശരി, ആരായാലും ശരി, കർത്താവ് എന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്ന പിന്തിരിയണം. നിൻ്റെ ദാസനോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ മൃഗങ്ങളോ ഒന്നും വില ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഉഴവുകാലത്തും കൊയ്ത്തുകാലത്തും നീ സാബത്ത് ആചരിക്കണം. ഉഴവുകാലത്ത്
അല്ലെങ്കിൽ വിതയ്ക്കണ കാലത്ത് സീസൺ തെറ്റിയ പിന്നെ വിതച്ചിട്ട് കാര്യമില്ല. കൊയ്ത്ത് കാലത്ത് സമയത്ത് കൊയ്തെടുത്തില്ലെങ്കിൽ മഴ വന്നെല്ലാം നശിച്ചു പോകും. പക്ഷെ കർത്താവ് അതൊന്നും കണക്കാക്കി. കർത്താവ് പറഞ്ഞ് നീ ഉഴവ് കാലത്ത് കൊയ്ത്ത് കാലത്തും നീ സാബത്ത് ആചരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഇവിടെ ഇത് കർത്താവിൻ്റെ സ്ഥലം, ഇത് കർത്താവിൻ്റെ ആലയം. എഴുതപ്പെട്ട വചനം ലംഘിക്ക് കർത്താവോട് ആഗ്രഹിക്കണം. അടുപ്പില്ലെങ്കിൽ അടുപ്പില്ലെന്നുള്ളൂ, ചോറില്ലെങ്കിൽ ചോറില്ലെന്നുള്ളൂ. അവിടെ ഞായറാഴ്ച ഫിറ്റ് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ വലിയ പണിയൊന്നുമില്ല, ഇത് നെട്ടുമ്പോൾ ടൈറ്റ് ചെയ്യുന്ന കുഴപ്പമുണ്ടോ? അത് ഒരു പണിയാണോ നെട്ടുമ്പോൾ ടൈറ്റ് ചെയ്യുക? വെറുതെ എങ്ങനെ ഒന്ന് പിരിച്ച് വെക്കണത്? അവർ പറഞ്ഞത് പണിയൊന്നും അല്ല അച്ഛാ, ഇതിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യണ പണിയുള്ളെന്ന് പറഞ്ഞു. നെട്ട് മോളിൽ ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് അനുവാദമുണ്ടോ നെട്ട് മോളിൽ ടൈറ്റ് ചെയ്യാനായിട്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ എങ്ങനെ നിസ്സാരവൽക്കരിക്കരുത്. അവനവനെ ന്യായീകരിച്ച് ചെയ്താൽ അവനവനെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം നമ്മൾ തന്നെ ഇതിൻ്റെ എല്ലാം കണക്ക് തീർക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു നെട്ട് മോളിൽ ടൈറ്റ് ചെയ്യണമെങ്കിലും, അതായത് ടൈറ്റ് ചെയ്ത് ലൂസ് ചെയ്യണമെങ്കിലും എന്തു തന്നെയാണെങ്കിലും ഞായറാഴ്ച ഇവിടെ ഈ കോമ്പൗണ്ടിൽ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ചു. അവർ അഗളി ലോഡ്ജിൽ താമസിക്കുകയാണ് പണിക്കാർ. അവരെ വിളിച്ചു, ചേട്ടാ അവരെ ഇങ്ങനെയാണ് സ്ഥിതി, ഞായറാഴ്ച ഇവിടെ വർക്ക് ചെയ്യാൻ അനുവാദമില്ല. അവർ പറഞ്ഞു നോ പ്രോബ്ലം, ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾ എന്നിട്ട് തിങ്കളാഴ്ച വരാം. അപ്പോൾ ഇതുവരെയുള്ള കോൺട്രാക്റ്റ് വേറെ, അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര കൂലി പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് തന്നെ പേയ്മെൻ്റ് ആയാലും ശരി, ഈ സ്ഥലം വിറ്റിട്ടുള്ള പേയ്മെൻ്റ് ആണെങ്കിലും ശരി, ഞായറാഴ്ച ഇവിടെ പണി ചെയ്തുള്ള ലാഭം ഇവിടെ വേണ്ട. അങ്ങനെ അവർ മടങ്ങിപ്പോയി. ഇവിടെ ഞായറാഴ്ച ധ്യാനം തുടങ്ങണം, 2 മണിയാകുമ്പോൾ ചോറും കറിയും കൊടുക്കണം. പിന്നെ പുറത്ത് വേഗം അടുപ്പുണ്ടാക്കി, താൽക്കാലിക അടുപ്പുണ്ടാക്കി അവിടെ കഞ്ഞിയൊക്കെ വെച്ച് അത് കൊടുത്ത്. എന്തായാലും ശരി, അന്ന് മഴയൊന്നും പെയ്യാതെ ദൈവം സംരക്ഷിച്ച് അങ്ങനെ ഒരു വിധത്തിൽ അന്ന് ചോറും കറിയൊക്കെ എല്ലാവർക്കും കൃത്യമായി കൊടുക്കാൻ പറ്റി. തിങ്കളാഴ്ച വർക്കേഴ്സ് പാലക്കാട് നിന്ന് വീണ്ടും വന്നു. അവർ വർക്ക് ചെയ്തു. ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞതുപോലെ 1 മണിക്കൂർ കൊണ്ട് 10 മണിക്കുള്ളിൽ വർക്കെല്ലാം തീർത്ത് അവർ റെഡിയാക്കി തന്നു. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട സമയം വന്നു. പേയ്മെൻറ്റ് ആദ്യത്തെ കോൺട്രാക്റ്റ് പ്രകാരമുള്ള പേയ്മെൻറ്റ് ഒരു കവറിൽ ആദ്യം കൊടുത്തു. എന്നിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റും വണ്ടിക്കൂലിയുള്ള എക്സ്ട്രാ നഷ്ടകഷ്ടങ്ങളെല്ലാം കൂടി വേറൊരു കവറിലിട്ട് പിന്നെ ഒരു 500 രൂപയാണ് കൂടുതലും കൂടെ കൊടുത്തു. കാരണം വർക്കേഴ്സിനുള്ള ശമ്പളം നമ്മൾ മുടക്കി വെക്കാൻ പറ്റും. ധാരാളമായി പണിക്കാർക്ക് കൊടുക്കണം. ഇവിടെ ആരെങ്കിലും പണിക്കാർക്കുള്ള കൂലി പിടിച്ചു വെക്കണമെങ്കിൽ ധാരാളം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അങ്ങനെ കൊടുത്തു. അപ്പോൾ അവരാദ്യം ഇത് വാങ്ങിച്ചു. അവർ പറഞ്ഞുമ്പോൾ അവരത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാ, അല്ല ഈ കവർ നിങ്ങൾ തന്നെ പിടിച്ചു, ഇത് എനിക്ക് വേണ്ട, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ഈ കവർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഈ 2ാമത്തെ കവർ തിരിച്ചു തരികയാണ്. തിരിച്ചു തന്നപ്പോൾ ഓഫീസിലുള്ളവർക്ക് അങ്ങനെ അനുവാദമില്ല, വർക്കേഴ്സിൻ്റെ കൂലി തിരിച്ചു മേടിക്കാൻ അനുവാദമില്ല. അവർ പറഞ്ഞു ഇവിടെ അച്ഛനൊക്കെ നിർദ്ദേശം തന്നിട്ടുണ്ട്. അച്ഛൻ നിർദ്ദേശം എങ്ങനെയാണ്, പണിക്കാർക്ക് അവരുടെ പൈസ ധാരാളമായി കൊടുക്കണം, ഒന്നും പിടിച്ചു വെക്കരുത്, അതുകൊണ്ട് ഇത് തിരിച്ചു വാങ്ങാൻ അനുവാദമില്ല, പ്ലീസ് ദയവ് ഇത് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ഓഫീസിലുള്ളവർ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു നോ, ഇത് ദൈവത്തിൻ്റെ സ്ഥലം, ഇത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആദ്യമുള്ളത് മാത്രം മതി, ഇത് ദൈവത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് അവർ തിരിച്ച് കവർ കൊടുക്കുകയാണ്. അവസാനം പിന്നെ ദൈവരാജ്യ വേലയ്ക്കുള്ള ദശാംശം എന്ന നിലയിൽ, ഒരു സംഭാവന എന്ന നിലയിൽ 2ാമത് കണക്ക് അവർ അത് റീഎൻറ്റർ ചെയ്തത് കൊടുത്ത്. എൻ്റെ അടുത്ത് വിഷയം വന്നു. ഞാൻ പിന്നെ സംഭാവനയായിട്ട് എഴുതിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ആ പൈസ എന്ന് പറഞ്ഞു ഇത് സത്യമായും ദൈവത്തിൻ്റെ സ്ഥലം തന്നെ എന്ന് പറഞ്ഞ് തൊട്ട് നമസ്കരിച്ച് മണ്ണൊക്കെ തൊട്ട് ഇങ്ങനെ എല്ലാം കംപ്ലീറ്റ് അവർ ദൈവത്തെ എങ്ങനെ ബഹുമാനിക്കണം അതുപോലെ ബഹുമാനിച്ചിട്ട് അവർ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പിന്നെ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പിന്നെ കണ്ട പണ്ട് ഈ സഖ്യവും ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒരു ഇതില്ലാതെ ഓരോ ചെറിയ കാര്യത്തിന് ഒരു പ്ലേറ്റിന് ചേട്ടാ ഒരു പ്ലേറ്റ് തരുമോ, ചേട്ടാ ഒരു കട്ടിൽ തരുമോ, ഇങ്ങനെ പിന്നാലെ നടന്നാണ് ഓരോ സാധനങ്ങൾ. ഇവിടെയൊക്കെ ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ഇതല്ല, ആദ്യത്തെ സെറ്റ് കസേരയുണ്ട്, പാണ്ട് പിടിച്ച കസേര, അതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ച് വാങ്ങിച്ചതാണ്. എന്നാൽ അന്ന് തൊട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്നറിയോ? അടുക്കള സംബന്ധമായി എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അതിനെ പറ്റി എക്സ്പേർട്ടായ ഒരു വിദഗ്ധൻ അവിടെ എത്തിയിരിക്കും. നമ്മളൊരു കാര്യം പറയും, ഗ്യാസ് സ്റ്റീം അടുപ്പ് വെക്കണം, മനസ്സിൽ ചിന്തിപ്പോഴേക്കും അതിനെപ്പറ്റി ഒരാൾ വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഇറച്ചി വേവിക്കുമ്പോൾ സാധാരണ ഊഷ്മാവി വേവിച്ചാൽ പോരാ, ഹൈ പ്രഷറിൽ ഇറച്ചി വേവിച്ചാലാണ് രോഗാണുക്കൾ ചത്തുപോകുള്ളൂ. സാധാരണ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചാൽ കുറച്ച് ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ആയിരിക്കും തിളയ്ക്കുന്നത്. ഹൈ പ്രഷറിൽ വേവിക്കുമ്പോഴാണ് എന്തെങ്കിലും രോഗാണുക്കൾ വൈറസ് പോലെ ആണെങ്കിൽ ചത്തുപോകുന്നത്. അതുകൊണ്ട് ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഹൈ പ്രഷറിൽ വേവിച്ച് എല്ലാ രോഗാണുക്കളും നിർമൂലനം ചെയ്തിട്ട് വേണം കൊടുക്കാനെന്ന് ഒരാളൊരു സജഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ പഠിക്കണമെങ്കിൽ സമയം പിടിക്കും, അതിൻ്റെ ഉപകരണങ്ങൾ ഞാൻ അവിടെ പോയി കണ്ടെത്തും, അത് സ്റ്റീമിലൊക്കെ വേവിക്കണം എന്നാണ് അപ്പോൾ അവർ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ വന്നു, അച്ഛാ ഞാനിവിടെ എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഞാനങ്ങനെ നമുക്കെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ അയാൾ മൊത്തം ചുറ്റിക്കറങ്ങി നോക്കി, എന്നിട്ട് അടുക്കളയിൽ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സ്റ്റീം അടുപ്പിൻ്റെ കുറവ് ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ സ്റ്റീം അടുപ്പ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്റ്റീം അടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയാൻ പാടില്ല, ഇവിടെ ആര് വില പുകയില്ലാത്ത അടുപ്പ് തന്നെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ സ്റ്റീം അടുപ്പ് കാണുന്നത്?
ഞാൻ പറഞ്ഞു ശ്രീമത്ത് എന്താണെന്ന് അറിയാൻ പാടില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറയാണ് അച്ഛൻ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കണം, ഞാൻ പോയി അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി പല സ്ഥലത്ത് പോയി കൊട്ടേഷൻ എടുത്ത് കോയമ്പത്തൂർ പോയി പല സ്ഥലത്ത് പോയി അതിൻ്റെ എക്സ്പേർട്സിനെ കമ്പനികളുണ്ടത്, അതിൻ്റെ കമ്പനികളെ കണ്ട് കൊട്ടേഷൻ എടുത്ത് അതിൽ ബെസ്റ്റ് കൊട്ടേഷൻ നമ്മൾ സാങ്ഷൻ ചെയ്തു. അയാൾ തന്നെ അതിൻ്റെ വർക്കേഴ്സിനെ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ കംപ്ലീറ്റ് പേയ്മെൻറ്റ് അയാൾ കൊടുത്ത്. അടുപ്പ് സംബന്ധമായി ഒരു സെക്കൻഡ് ഞാൻ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് ആ സമയം മുഴുവൻ ഇരുന്ന് വചനം പഠിക്കാം, എനിക്ക് ആ സമയം മുഴുവൻ കുരിശിൻ്റെ വഴി നടത്താം, എനിക്ക് ആ സമയം മുഴുവൻ കൊന്തയെല്ലാം, എനിക്ക് പ്രാർത്ഥിക്കാനും വചനം പഠിക്കാനും സമയം ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്ത് അടുപ്പ് സംബന്ധമായ എല്ലാ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിനുവേണ്ടി എല്ലാ പേയ്മെൻറ്റും അയാൾ കൊടുത്ത് ഒരു മനസമാധാനക്കേടില്ലാതെ ഒരു സെക്കൻഡ് വചനം പഠിക്കുന്ന ഒരു സെക്കൻഡ് പോലും അതിനുവേണ്ടി മാറ്റിവെക്കാതെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വർക്കേഴ്സിന് ഒരു വാക്കുകൊണ്ട് പോലും ഒന്ന് മുഷിഞ്ഞ് പറയാൻ ഇടപറയാതെ അദ്ദേഹം തന്നെ സ്വന്തം റിസ്കില്ലാതെ എല്ലാം ചെയ്ത് പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം ബായ് ബായ് എന്ന് പറഞ്ഞ് പോയി. ഹല്ലേലൂയ. ഇതാണ് സാബത്ത് ആചരിച്ചുള്ള ഗുണം. ഒരാളോട് ചോദിക്കേണ്ടി വന്നില്ല, എനിക്കൊരു അടുപ്പ് ആവശ്യമുണ്ട് എന്ന് പറയാൻ പോലും സർവശക്തനായ ദൈവം ഇടവരുത്തിയില്ല. കാരണം അടുക്കള സംബന്ധമായ കാര്യത്തിൽ സാബത്ത് ആചരണത്തിന് വേണ്ടി ഉത്സാഹിച്ചപ്പോൾ അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അവിടെ നിന്ന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ സാബത്ത് ആചരിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. സാബത്ത് ആചരിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 24 തൊട്ടുള്ള വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാബത്ത് ദിവസത്തിൽ ഈ നഗരത്തിൻ്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളുടെ അകത്ത് പ്രവേശിക്കും. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂദയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും, അങ്ങനെ നഗരം മുഴുവനും എന്നും ജനനിബിഡമായിരിക്കും. വലിയ അനുഗ്രഹത്തിന്റെ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഈ ജെറുസലേം നഗരം ജനനിബിഡമായിരിക്കാൻ ഇവിടെയുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും കുതിരപ്പുറത്തും രഥങ്ങളിലും വലിയ സ്വർണം വെള്ളി വലിയ സമ്പത്ത് ഈ കൊട്ടാരം ഈ ജെറുസലേമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എൻ്റെ സാബത്ത് ശുദ്ധമായി ആചരിക്കണം. ഇന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഗൾഫിൽ പോയിട്ട് അമേരിക്ക പോയിട്ട് UK പോയിട്ട് വെറും കൈയോടെ കടവും വരുത്തി ലോണും വരുത്തി കുറെ ഒരു ചുമട് രോഗവുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ സാബത്തിന്റെ ദിവസത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കർത്താവിന് മുമ്പിൽ വ്യാപരിച്ചതെന്ന് ചിന്തിക്കണം. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ അനുസരിക്കുകയും എൻ്റെ സാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും കുതിരപ്പുറത്തും രഥങ്ങളിലും സ്വർണവും വെള്ളിയും സമ്പത്തും നിങ്ങളുടെ വീട്ടിലേക്ക് ജെറുസലേമിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ അനുഗ്രഹം ഉയർച്ച. നഗരം മുഴുവൻ എന്നും ജനനിബിഡമായിരിക്കും. അങ്ങനെ ആഹ്ലാദാരവും ഉയരുന്ന ഒരു ഭവനമായി ധാരാളം മക്കളുടെ മക്കളും സമ്പത്തും ഐശ്വര്യവും സമാധാനവും കളിയാടുന്ന ആഹ്ലാദാരം ഉയരുന്ന ഒരു കൂടാരമായി നിങ്ങളുടെ ഭവനം ഒരു ജെറുസലേമായി നിങ്ങളുടെ ഭവനം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ, നിങ്ങളുടെ അപ്പൻ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങളുടെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ, ജോലിക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാര്യത്തിന് പോയി തിരിച്ചു വരുമ്പോൾ വലിയ സന്തോഷത്തോടെ വിജയശ്രീലാളിതനെ തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ സാബത്ത് ആചരിച്ചിട്ട് പോകണം. നിങ്ങളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു നടപ്പിന് 10 നടപ്പ് നടന്നിട്ടും കാര്യങ്ങൾ നടക്കാതെ തിരിച്ചു വന്ന് നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ സാബത്ത് എങ്ങനെ ആചരിച്ചു എന്ന് ചിന്തിക്കണം. ഒരുപാട് ഏജൻസികളെ ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുക്കിയിട്ട് അത് വിദേശത്തേക്ക് പോകാൻ ശരിയാകാതെ ഇന്ന് നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സാബത്ത് ആചരണം എങ്ങനെയെന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആഗ്രഹം എങ്ങനെയാണ്? നിന്റെ പ്രഭുക്കന്മാർ കുതിരപ്പുറത്ത് സവാരി ചെയ്ത് നഗര കവാടങ്ങളുടെ അകത്ത് പ്രവേശിക്കണം. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും ജെറുസലേം മുഴുവനെന്നും ആഹ്ലാദം ഉയരണം. ഇതാണ് നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെയും കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി. ഇന്ന് അവർ കുതിരപ്പുറത്തല്ല, ഇന്ന് അവർ രഥങ്ങളിലല്ല. ഇന്ന് കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും വിഷമിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞും അമ്മൂക്കറ്റം കുടിച്ച് കുടിയന്മാരായി ദുർമാർഗികളായി തോന്നിയാസികളായി ദൈവഭക്തി ഇല്ലാത്തവരായി വിശ്വാസം ഇല്ലാത്തവരായി നശിച്ചവരായി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പേ നാശത്തിലുള്ള വാതിൽ നീ തന്നെ തുറന്നിട്ടു. നിന്റെ ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ദിവസത്തിൽ ചവിട്ടി മെതിച്ചു. കർത്താവിന്റെ വിശുദ്ധ ദിവസം ബഹുമാന്യമായും വിശുദ്ധമായി ആചരിക്കുന്നതിന് പകരം അന്ന് നിന്റെ സ്വന്തം വഴികളിലൂടെ നടന്നു. അന്ന് നിനക്ക് തോന്നിയ തന്നിഷ്ടം നീ ചെയ്തു. നീ ആകെ വിചാരിച്ചത് ഞായറാഴ്ച ദിവസം പള്ളി പോകണം എന്ന് മാത്രമേ നീ വിചാരിച്ചുള്ളൂ. അന്ന് നിന്റെ പറമ്പിൽ നിന്റെ പണിക്കാർ പണി ചെയ്തു. അന്ന് നിന്റെ ഓഫീസിൽ നിന്റെ യന്ത്രങ്ങൾ ഓണാകുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയാണ്, എങ്ങനെയെങ്കിലും സാബത്ത് ആചരിച്ചാൽ പോരാ.
5:12 നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ നീ സാബത്ത് ആചരിക്കണം. അവനവന് തോന്നിയതുപോലെ അല്ല സാബത്ത് ആചരിക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവ് വിശുദ്ധ വചനത്തിൽ കൽപ്പിച്ചതുപോലെ നീ സാബത്ത് ആചരിക്കണം. വീണ്ടും വിശുദ്ധ ലേഖനത്തിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട്, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 31 വേഴ്സ് 13. പുറപ്പാടിന്റെ പുസ്തകം 31 അധ്യായം 13 തിരുലിഖിതം. നിങ്ങൾ എൻ്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. നിങ്ങൾ എൻ്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. ഒരു സൂക്ഷ്മ ബുദ്ധി, ഒരു കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച് വേണം. ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയും ജീവിക്കാമെന്ന് ചിന്തിക്കരുത്. ഒരു ക്രിസ്ത്യാനിക്ക് എന്തുമാകാമെന്ന് ചിന്തിക്കരുത്. ഒരു ക്രിസ്ത്യാനിക്ക് ചില ഡിസിപ്ലിൻ ഉണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് ചില ചിട്ടയും ക്രമങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞിരിക്കണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പേജുകൾ തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതിൽ 2187 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്തൃദിനാചരണത്തെ തടയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടരുത്. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. നിന്റെ വീട്ടിലൊരു വേലക്കാരൻ ഉണ്ടെന്നിരിക്കട്ടെ, അവന് ആഴ്ചയിൽ ഒരു ദിവസം സാബത്ത് ആചരിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കണം. അത് അടുക്കളയിൽ പണിയുന്നവനാണെങ്കിലും, അത് കുട്ടികളെ നോക്കുന്നവനാണെങ്കിലും, അത് ആര് തന്നെയാണെങ്കിലും ശരി, നിന്റെ വീട്ടിൽ ഒരു വ്യക്തി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 7 ദിവസത്തിൽ ഒരു ദിവസം അവന് സാബത്ത് ആചരിക്കാൻ വേണ്ടി കൊടുക്കണം. വിശ്രമത്തിനുള്ള ദിവസം, വിശുദ്ധമായ ദിവസം, ദൈവത്തെ അന്വേഷിക്കാനുള്ള ദിവസം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2187 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്: കർത്തൃദിനാചരണത്തെ തടയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആവശ്യപ്പെടരുത്. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും പൗരന്മാർക്ക് വിശ്രമത്തിനും ആരാധനയ്ക്കും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സമയം പൊതു അധികാരികൾ ഉറപ്പുവരുത്തണം. നിന്റെ ഓഫീസിൽ ജോലി നടക്കുന്നുണ്ടെങ്കിൽ നീ വിശ്രമത്തിനും ആരാധനയ്ക്കും വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് വേണ്ടി കൊടുത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തിക ഞെരുക്കം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സാബത്ത് കട്ട് ചെയ്യരുത്. ഉഴവ് കാലത്തും കൊയ്ത്ത് കാലത്തും മഴക്കാലത്തും വേനൽക്കാലത്തും സാബത്ത് ആചരിക്കണം. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാ തൊഴിൽദായകരും നിങ്ങളുടെ പറമ്പിൽ 10 പേരെ വേലയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ എസ്റ്റേറ്റിൽ ആരെങ്കിലും ജോലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അവരിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താൻ കടമയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞായറാഴ്ച ട്യൂഷന് വേണ്ടി പരക്കം പായുന്ന ട്രെൻഡ് വർദ്ധിച്ചു വരുന്ന കാര്യം നിങ്ങൾക്കറിയാം. പട്ടണങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച്. പ്രബലന്മാർ കൂടുതൽ കഠിനമായി പരീക്ഷിക്കപ്പെടും, ഓർത്തുകൊള്ളുക. അങ്ങനെ പരക്കം പാഞ്ഞ് ട്യൂഷന് പോയതുകൊണ്ട് മാത്രം നിങ്ങളുടെ കുട്ടി 1ാം സ്ഥാനക്കാരനാവുമെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച ബ്രൂണയിൽ ഒരു ധ്യാനത്തിന് പോയിരുന്നു. അതൊരു സുൽത്താൻ്റെ രാജ്യമാണ്. അത് നല്ല അനുഗ്രഹമുള്ളൊരു രാജ്യമാണ്. അങ്ങനെ ഒരു മുസ്ലിം രാജ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ഞാൻ അവിടെയുള്ള കുറച്ച് ക്രിസ്ത്യാനികളെ കണ്ടു. അവിടെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള പോയിരിക്കുന്ന മലയാളികൾ കുറേ പേര്. അപ്പോൾ അവരിലൊരു കുടുംബത്തെ ഞാൻ കണ്ടു. ആ കുടുംബത്തിൽ പ്രത്യേകത, ആ രാജ്യത്തുള്ള ആ പ്രദേശത്തുള്ള സ്കൂളുകളിൽ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. ആ ഇൻ്റർനാഷണൽ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളിലും വെച്ചിട്ട് ഒരു കുട്ടി ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ, ഏറ്റവും ബുദ്ധിമാനായ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ അവാർഡ് കിട്ടി. 1 തൊട്ട് 9 വരെയുള്ള എല്ലാ ക്ലാസ്സിലും 1ാം സ്ഥാനം, ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ വർഷം ദ ഹോൾ സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് ആ കുട്ടിക്ക് അവാർഡ് കിട്ടി. ഞാൻ ആ കുട്ടി അപ്പം തന്നെ ഞാൻ ചോദിച്ചൊരു കാര്യം, നീ ഞായറാഴ്ച ട്യൂഷന് പോകണുണ്ടോ, നീ ഞായറാഴ്ച പഠിക്കാൻ പോകണുണ്ടോ? ഞായറാഴ്ച അവൻ പറഞ്ഞു, സൺഡേ ഞാൻ ഒരു സ്ഥലത്തും, അവൻ ഓൾട്ടർ ബോയ് ആണ്, അവൻ പള്ളിയിൽ 1, 2, 3 കുർബാനയ്ക്ക് സെർവ് ചെയ്യണമെങ്കിൽ സെർവ് ചെയ്യും, ബാക്കി സമയം വചനം പഠിക്കും. അവൻ മാതാപിതാക്കന്മാരുടെ മാർഗം അനുവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ജോലിക്കും പോവില്ല, പഠിക്കാൻ പോവില്ല, എന്ത് ട്യൂഷൻ ഉണ്ടെങ്കിലും ശരി, ഞായറാഴ്ച പോവില്ല എന്ന് പറയും. അവൻ ആ സ്കൂളിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് ഞായറാഴ്ച ഞങ്ങളങ്ങനെ ട്യൂഷന് വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം 1ാം സ്ഥാനത്തേക്ക് വരണമെന്ന് വിചാരിച്ച് വശാകരുത്. കർത്താവിൽ ആശ്രയിക്കാൻ കുറച്ച് പഠിക്കണം. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞ് കാണുന്നതെല്ലാം കൈനീട്ടി വരുന്ന സംസ്കാരം എല്ലാം അതുപോലെ സ്വീകരിച്ച് ഒരു വ്യത്യാസമില്ലാതെ ഒരു ക്രിസ്ത്യാനി മുമ്പോട്ട് പോകരുത്. ഒരു വേർപാട് ആചരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. ദൈവവചനം അംഗീകരിക്കാത്ത വഴികളിലൂടെ പോകരുത്. അതുവഴിയുള്ള നേട്ടം വേണ്ടെന്ന് വെക്കണം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമാണ് അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്താരമാക്കും. നിൻ്റെ ബുദ്ധി വർദ്ധിക്കണമെങ്കിൽ, നിൻ്റെ കുട്ടികൾ നന്നായിട്ട് വലിയ ആയിത്തീരണമെങ്കിൽ, വലിയ ജോലിയിൽ, വലിയ രാജ്യത്ത്, വലിയ ശമ്പളത്തിൽ ഇരിക്കണം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സങ്കീർത്തന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകൾ അവകാശമായി തരും, ഭൂമിയുടെ അതിർത്തികൾ വരെ നിനക്ക് അധീനമാകും. എന്നോട് ചോദിച്ചു കൊള്ളുക. നീ സാപത്ത് കർത്താവ് തന്ന വചനങ്ങൾക്ക് അനുസരിച്ചിട്ട് നിനക്ക് എന്താണ് ആവശ്യം നീ മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നീ കർത്താവിൻ്റെ തന്നെ ചെന്ന് പറയുക. ദൈവം നിന്നെ അനുഗ്രഹിച്ച് അതുപോലെ ആക്കിയിരിക്കും. ദൈവം അനുഗ്രഹിച്ച് അതിരുകളെ വിസ്താരമാക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദൈവവചന വിപരീതമായ ജീവിത രീതികളിൽ നിന്ന്, വിജാതീയമായ ജീവിത രീതികളിൽ നിന്ന് ദൈവവചനത്തിന്റെ മാർഗങ്ങളിലേക്ക് ഞങ്ങളെ വലിച്ചടിപ്പിക്കണമേ. യേശുവേ, ഞങ്ങളുടെ ബുദ്ധിയിലും ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിടയിലും കാലങ്ങളായി അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ലോകപ്രകാരമുള്ള ചിന്തകളെയും കഴുകിക്കളഞ്ഞ് ദൈവവചന പ്രകാരമുള്ള വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവം ഈ ബൈബിളിൽ നൽകിയിരിക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ അഭിവൃദ്ധിക്കുള്ളതാണ്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അടിത്തറയായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയാനും എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവമാണെന്ന് ബോധ്യപ്പെടാനും അനുഗ്രഹിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. എല്ലാ അന്ധകാര ചിന്തകളും മാറി ദൈവവചന പരിജ്ഞാനം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടെ നിന്നാണ് അനുഗ്രഹം ചൊരിയുന്നത്, അവിടെ നിന്നാണ് അനുഗ്രഹിച്ച് അതിരുകളെ വിസ്താരമാക്കുന്നത്. എൻ്റെ കർത്താവിന്റെ വഴികളെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ തന്നെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യിക്കും. ലോകത്തിലെ ഉത്തുക ശൃംഗങ്ങളിലൂടെ അവിടെ തന്നെ സവാരി ചെയ്യിക്കുമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് എന്നോട് കൂടെ ഇരുന്ന് അനന്തം എനിക്ക് വ്യസനമറ്റീരാതവണ്ണം കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി എന്നോട് കൂടെ ഇരുന്ന് അനന്തം എനിക്ക് വ്യസനമറ്റീരാതവണ്ണം കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും. കരങ്ങൾ ഉയർത്തിയൊടിച്ച് കരങ്ങൾ നന്നായി ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനായി, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൈകൾ താഴ്ത്തി എനിക്കായി ഇടത്തോട്ട് പുറത്തോട്ട് തുറന്നിടും അവൻ പൊതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പൊതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. നീ എന്നെ അനുഗ്രഹിച്ച് കൈകൾ ഉയർത്തിയൊടിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. കൈകൾ വീശി വലിയ ഉണർവോടെ വേഗത്തിൽ വീശി അനുഗ്രഹിക്കുന്ന ദൈവത്തെ കണ്ട് അതിരുകളെ വിസ്തൃതമാക്കുന്ന ദൈവത്തെ കണ്ട് ഹൃദയങ്ങൾ അറിയും നാഥൻ കൈയടിച്ച് നൽകിടും ആവശ്യമല്ല. ഇടത്തോട്ട് പുറത്തോട്ട് കൈയടിച്ച് ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും
വലത്തോട്ട് കൈയടിച്ച് അവരെ നോക്കിയ ശോഭിതരാ അവരോ ഒരു നാളും ലജ്ജിക്കില്ല. അവരെ നോക്കിയ ശോഭിതരാ അവരോ ഒരു കൈകൾ ഉയർത്തിയടിച്ച് നീ എന്നെ അനുഗ്രഹിച്ച് തുള്ളിച്ചാടി അതിരുകൾ വിസ്താരമാക്കി. ആമേൻ. നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെ ഇരുന്ന് അനന്തം എനിക്ക് വ്യസനമീരാത വണ്ണം കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും കാത്തിടേണമെന്നും എന്നെ കാത്തിടേണമെന്നും കാത്തിടേണമെന്നും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈ ജീവിതത്തിൽ ദൈവവചനം അനുസരിക്കാനുള്ള ഒരു അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് യേശുവിന്റെ നാമത്തെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ. കുടുംബങ്ങളുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലും ഞായറാഴ്ചയിലെ എല്ലാ മാർഗങ്ങളും ലംഘിക്കാനുള്ള പ്രേരണ നൽകുന്ന അഴിവുകളെ ബന്ധിക്കുന്ന കർത്താവേ, കർത്താവിന്റെ ദിവസത്തെ വിശുദ്ധമായി ആചരിക്കുന്ന അഭിഷേകം നിറയട്ടെ കർത്താവേ. ചെറിയവരും വലിയവരും ഒന്നടങ്കം കർത്താവിന്റെ വചനത്തെ അനുസരിക്കാൻ തക്കവണ്ണം ഒരു കൃപ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുതങ്ങൾ ഈ സമൂഹത്തിൽ നടക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ശരീരങ്ങൾക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങൾക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.